ഞങ്ങൾ ഉണ്ണീനും കൊണ്ടിട്ട് പറശ്ശിനി കട പോവാട്ടാ. രാഷായി ഉണ്ട്, പുഷ്പമ്മയുണ്ട്, ഞാനുണ്ട്, ഉണ്ണിയുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ ബസ് കാത്തുക KSRTC അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബസ് ഇത് വന്നിട്ടില്ല, പിന്നെ ഉറപ്പില്ല ചേട്ടാ. 11:30 വരാമെന്ന് പറഞ്ഞ ബസ്സാണ്. 12:30 ഞങ്ങൾ ബസ് കാത്തുക കേട്ടാ. പറഞ്ഞേ ബസ് കാത്തുക. അപ്പോൾ ശരി കേട്ടാ, ഞങ്ങൾ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ബസ് വന്നത് 11:30 ബസ് വന്നത് 1:30 ഇട്ടാ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. നമ്മുടെ ചെക്കൻ എണീറ്റ് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ. നമ്മുടെ ബസ് ഇറങ്ങിയിട്ട് നമ്മൾ പറശ്ശിനിക്കട വരെ ഓട്ടോറിക്ഷ വന്നിട്ടാ. ഏകദേശം ഒരു 120 രൂപയുടെ വഴി ഉണ്ടായിരുന്നു അവിടേക്ക്. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ട് അമ്പലത്തേക്കുള്ള നടപ്പാട നല്ല രസമുണ്ടായിരുന്നു. അമ്പലം ആദ്യമായിട്ട് കാണാൻ പോണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തുമ്പോഴേക്കും ഉറങ്ങിയാൾ ബസ്സിലൊക്കെ ഇരുന്ന് കളിച്ചും ചിരിച്ചും ഉറങ്ങിയും ഒക്കെ ആയിട്ട് ആൾ അമ്പലത്തിപ്പോൾ ഉറങ്ങി. നടന്ന് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടാണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പോവുക. നല്ല രസമുണ്ട് അമ്പലത്തിൻ്റെ പുറം ഭാഗമാണ്. നമ്മുടെ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഇവിടെ വന്നപ്പോൾ 2 തുള്ളലും കാണാൻ പറ്റിയിട്ടാണ്. കുറേ നേരം ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ മുത്തപ്പൻ്റെ അടുത്തൊക്കെ പോയി നിന്നു, ഉണ്ണീനൊക്കെ മേടിച്ചു. പക്ഷെ അവിടെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് കിട്ടിയ വീഡിയോസാണ് ഇട്ടത്. അപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു ഫോൺ എടുക്കാൻ പറ്റില്ല. നമ്മൾ തുള്ളലൊക്കെ ഉണ്ട്. നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി യാഷിനെ ചോറ് കൊടുക്കാനുള്ള സെറ്റപ്പ് നോക്കണം. അവിടെ ഞാൻ കൊടുക്കുന്നത് തിരക്കാണ്. നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ ചോറ് കൊടുക്കാൻ നമ്മുടെ ഓട്ടോ ആയപ്പോൾ നമ്മൾ കയറ്റിയ ഉണ്ണീനെ. നമ്മുടെ യാഷിൻ്റെ പറശ്ശിനിക്കടവിലെ ചോറൂണ് കഴിഞ്ഞൂട്ടാ. അപ്പോൾ ഇനി ബാലൻസ് വന്ന പായസം ആൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് കഴിച്ചു, അക്ഷയ കുറച്ച് കഴിച്ചു, അമ്മ കുറച്ച് കഴിച്ചു. ബാക്കിയുള്ള യാഷിന് തന്നെ കൊടുക്കുകയാണ്. അവനത് ഭയങ്കര ഇഷ്ടമാണ് പായസമൊക്കെ. പിന്നെ അവന് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലിറങ്ങി കളിക്കുക. അതൊക്കെയാണ് അവന് ഇഷ്ടമുള്ള പരിപാടി. ഞാൻ നേരെ നമ്മുടെ പ്രസാദം കിട്ടുന്നിടത്ത് പോയപ്പോൾ അവിടെ നല്ല കടലയും നാളികേരങ്ങളും ഒരു ഗ്ലാസ് ചായയും കിട്ടി. അത് നല്ല രസമായിരുന്നു. പിന്നെ അക്ഷയ അവനും കൊണ്ടിട്ട് വെള്ളത്തിലിറങ്ങാൻ പോകണ്ട. അവനെന്ന് വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഒരു തരി ബോധല് അവനെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലായാലും അവൻ കുളിക്കുമ്പോൾ ബക്കറ്റിൽ കൈയിട്ട് തലകുത്തി നിൽക്കാൻ നോക്കും. ഒക്കെ അവൻ്റെ ഇഷ്ടമുള്ള വിനോദങ്ങളാണ്. അപ്പോൾ അവനെ വെള്ളത്തിലിറക്കണ അക്ഷയ. അവനെന്ന് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിലിറങ്ങി കഴിഞ്ഞാൽ അവൻ്റെ പരിപാടികൾ കണ്ടോട്ടാ. ഇതൊക്കെയാണ് അവൻ്റെ പരിപാടികൾ, ചെറിയ ചെറിയ പരിപാടികൾ. അക്ഷയ കുറേ നേരമായി അവനെ വെള്ളത്തിൽ ഇറക്കാൻ പറഞ്ഞ് നിൽക്കണം. അവൻ അങ്ങോട്ട് കഴിച്ചുകൊണ്ട് നിൽക്കുക. ലാസ്റ്റ് സഹിക്കിട്ട് അവനെ വെള്ളത്തിലിറക്കി. അവനെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നല്ല രസമാണ് ആൾക്ക് വെള്ളം കണ്ടു കഴിഞ്ഞാൽ. എന്നെ കണ്ടപ്പോഴും അവന് വെള്ളത്തിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഞാൻ അവനെ വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് ഇറക്കിയിട്ട് ഞങ്ങൾ അവിടെ ചുറ്റും അവന് ബോട്ട് കൊണ്ടുവരണം. അവിടത്തൊക്കെ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ പതുക്കെ വെള്ളത്തിൻ്റെ അവിടെ നിന്ന് തിരിച്ച് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ആ പട്ടീൻ്റെ ഇത് കണ്ടപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവൻ അതിനെ കുറച്ച് നേരം നോക്കി കളിപ്പിച്ച് നിന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാനുള്ള സെറ്റപ്പായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ തൊഴുതിട്ട് ഞങ്ങൾ തിരിച്ചു പോവാട്ടാ. പറശ്ശിനിക്കട വന്നിട്ട് ഞങ്ങൾ വീണ്ടും വരാം എന്ന് പറഞ്ഞിട്ട് യാഷൂട്ടന് അവിടെയുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ പറശ്ശിനിക്കടയിൽ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.